അങ്ങനെ അയാൾ ഒരു ഡോറൊക്കെ പിടിച്ച് ആ ഒരു തീന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്ത് അവനെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റൻ ലീനെ താഴേക്ക് പറഞ്ഞയക്കാനായിട്ട് നോക്കിയാണ്. പക്ഷെ ലീ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ക്യാപ്റ്റൻ അവനെ വിടില്ല എന്ന് തന്നെ ഉറപ്പിക്കുമ്പോൾ ലീ അവസാനം പറയും, നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാതിരിക്കോ. ഇത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ അവനെ വിടേണ്. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ഒരു വാക്കി ടോക്കിയും ഒരു ഓക്സിജനും കൊടുത്തിട്ട് പറയും, നീ മോളെ കണ്ടുപിടിക്കുമ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ അറിയിക്കണം, ആ ഒരു ലൊക്കേഷനിലേക്ക് ഞങ്ങൾ വേഗം വരാം. ഇതും പറഞ്ഞ് ക്യാപ്റ്റനും ടീം അവിടുന്ന് പോവുകയാണ്. ലീയും അതും കൊണ്ട് കൊച്ചിനെ അന്വേഷിച്ചിറങ്ങിയാണ്. കട്ട് ചെയ്തൂടെ യൂനിയെ ഹാനേനും കൂട്ടി റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അവിടെ കിച്ചണിൽ തീ പിടിക്കുകയാണ്. അങ്ങനെ അവളും അവിടെയുള്ള കുറച്ചുപേരും കൂടെ ചേർന്ന് ഫയർ എക്സ്റ്റിങ്ഷേഴ്സ് വെച്ച് അവിടെയുള്ള തീയൊക്കെ കെടുത്തുന്നുണ്ട്. കട്ട് ചെയ്ത് ലീനെ കാണിക്കുകയാണ്. അവൻ കൊച്ചിനെ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പോകുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാണിക്കുകയാണ്. കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇങ്ങനെ മേത്തേക്ക് വീണിട്ട്. അതിനിടയിലാണ് ആദ്യം കാണിച്ച ആ ഒരു സെർവന്റിനെ കാണിക്കുന്നത്. അവരിങ്ങനെ ഒരു കോൺക്രീറ്റ് കട്ട കാലുമയ്ക്ക് വീണിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവർക്ക് ജീവനുണ്ട്. അവര് ലീന്റെ അടുത്ത് സഹായിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ലീ ആണെങ്കിൽ അവരുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം എന്ന് പറയാണ്. അപ്പൊ അവര് ഒരു പൊതി എടുത്തിട്ട് പറയും, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെന്റെ മോന് കൊടുക്കാനുള്ള ഫീസാണ്, ഇത് അവന്റെ കയ്യിൽ എത്തിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ലീക്ക് സങ്കടം. പിന്നെ അവൻ ഒന്നും നോക്കില്ല, അവന്റെ കൂടെ ആ ഒരു സർവന്റിനെ അവൻ കൂട്ടിയാണ്. പക്ഷെ അവരെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് അങ്ങനെ നടക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു സർവന്റിനും താങ്ങി പിടിച്ചോണ്ട് അവൻ മേളിലേക്ക് പോവുകയാണ്. കട്ട് ചെയ്തൂടെ ക്യാപ്റ്റനും ടീമും ആ ഒരു ഹെലികോപ്റ്ററുള്ള എഞ്ചിൻ റൂമിലേക്ക് എത്തുകയാണ്. അവരിങ്ങനെ തീ അണയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ സുന്ദരൻ ചക്കൻ താഴേക്ക് വീഴുന്നുണ്ട്. ക്യാപ്റ്റൻ അവനെ വിടില്ല. അയാൾ ഒപ്പം തന്നെ ചാടി അവനെ രക്ഷിക്കുകയാണ്. അപ്പൊ തക്കുട അവിടെ നിന്ന് ഓളിയിട്ട് പറയാണ്, ക്യാപ്റ്റൻ നമുക്ക് പുറത്തേക്ക് കിടക്കാം, ഇത് ഭയങ്കര ഡേഞ്ചർ ആണ്. പക്ഷെ ക്യാപ്റ്റൻ അത് കേൾക്കില്ല. അയാള് കയ്യിലുള്ള കോടാലി വെച്ചിട്ട് തീയുടെ എല്ലാം ഇടയിലൂടെ പോയിട്ട് ആ ഒരു ഫ്ലോറിന്റെ സൈഡിൽ ചില്ലെല്ലാം അടിച്ചു പൊട്ടിച്ച് തീയൊക്കെ പുറത്തേക്ക് കളയാണ്. പക്ഷെ അതുകൊണ്ടായില്ല. ആ ഒരു ഹെലികോപ്റ്ററിലെ ഫ്യൂവിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ രണ്ടും കൽപ്പിച്ച് അവന്റെ കയ്യിലുള്ള സിലിണ്ടർ വെച്ച് ആ ഒരു ഹെലികോപ്റ്റർ ബ്ലാസ്റ്റ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഹെലികോപ്റ്ററിലെ ഫ്യൂവൽ മുഴുവൻ കത്തിത്തീരാണ്. ഫ്ലോറിൽ തീ മുഴുവൻ അടയാണ്. പക്ഷെ ആ ഒരു എഞ്ചിൻ റൂമിൽ തീ മാത്രം അണഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം തീ ഇങ്ങനെ പടർന്നു പിടിച്ചോണ്ടിരിക്കുക. കട്ട് ചെയ്തൂടെ കൊമേഡിയനും ഗേൾഫ്രണ്ടും ആ ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവന്റെ മാനേജർ അവനെ വെള്ളം എടുക്കാനായിട്ട് പറഞ്ഞേക്കാണ്. അവനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടും അവൻ പോവുകയാണ്. ആ സമയത്ത് ലീനും ആ ഒരു സർവന്റിനും അവൻ കണ്ടുമുട്ടുകയാണ്. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അവരങ്ങനെ ആ ഒരു സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. യോണിയും അവന്റെ മോളും റെസ്റ്റോറന്റിലുള്ള കാര്യം അവൻ ലീഡെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മേളിൽ ഹെലികോപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 63ാമത്തെ നിലയുടെ മേളിലുള്ള ആൾക്കാരെല്ലാം ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വഴി അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് കടത്തി മേളിൽ ഹെലികോപ്റ്റേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ചെയർമാൻ ഒരു കാര്യം ചെയ്യുന്നത്. ആ ഒരു റെസ്റ്റോറന്റിലെ ആൾക്കാർ കുടുങ്ങിയൊക്കെയാണ്. അത് നമ്മുടെ ചെയർമാൻ അറിയാം. ഇതറിഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ള ഫയർ വാൾസ് ഓണാക്കിയാണ്. ഇത് ഓണാക്കിയാൽ തീപടർച്ചയെല്ലാം നിൽക്കും. പക്ഷെ ആ ഒരു റെസ്റ്റോറന്റിലെ ആൾക്കാർക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ചെയർമാൻ അവിടുത്തെ ഫയർ വാൾസ് എല്ലാം ഓണാക്കിയാണ്. ഇത് കൂടാണ്ട് വേറൊരു ടീംസും പെട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കിമ്മും ഫാമിലിയാണ്. അവരുടെ കാര്യം ആർക്കും അറിയില്ല താനും. ഇവിടെ ഫയർ വാൾസ് അടയുന്ന സമയത്ത് ലീം ആ ഒരു സർവന്റും ആ ഒരു കൊമേഡിയനും കൂടെ റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെങ്ങനെയൊക്കെയോ ആ ഫയർ വാൾസ് അടയുന്നതിന് മുമ്പേ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അവനവന്റെ മോളുടെ അടുത്തേക്ക് എത്തുകയാണ്. അവൻ അപ്പൊ തന്നെ ആ ഒരു വാക്കി ടോക്കിലൂടെ ക്യാപ്റ്റന് വിവരം അറിയിക്കുകയാണ്. ഇവിടെ വേറെ ആൾക്കാരുണ്ട്, ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ട്, ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പോരാത്തിന് ഒരു കോപ്പിലെ ഫയർ വാളും ഉണ്ട്. അപ്പൊ ക്യാപ്റ്റൻ പറയാണ്, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ആ ഒരു ഫയർ വാൾ നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യിക്കാം, എന്നിട്ട് എല്ലാരും പുറത്തേക്ക് എടുത്താം. ഇതറിഞ്ഞപ്പോ തന്നെ ക്യാപ്റ്റൻ അവരെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ മേയറുടെ ഒരു ഓർഡർ വന്നത്. ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലെ ഒരു VIP അയാളുടെ ഭാര്യയും കൊച്ചുമായിട്ട് ഒരു ഫ്ലാറ്റിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ ക്യാപ്റ്റന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. കാരണം മോൾ അത്രയും പേര് കുടുങ്ങി നിൽക്കുമ്പോഴാണ് ഈ ഒരു പൈസക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. പക്ഷെ അയാൾ എന്നാലും ഒരു കൊച്ചുകുട്ടി ഉള്ളതല്ലേന്ന് വെച്ചിട്ട് പോവുകയാണ്. നമ്മുടെ തക്കടുവിനെ ആ ഒരു റെസ്റ്റോറന്റിൽ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വിടും. അങ്ങനെ ക്യാപ്റ്റനും ടീമും ആ ഒരു VIP ഫ്ലാറ്റിലേക്ക് എത്തിയാണ്. അവര് രണ്ടുപേരും ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ്. അയാള് ഈ ക്യാപ്റ്റനെ കുറെ ചീത്ത പറയാണ്, നിങ്ങൾ ഇത്രയും നേരം അവിടെ പോയി കിടക്കാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ക്യാപ്റ്റൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവൻ കടിച്ചമർത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു പെണ്ണുമ്പുള്ള എന്റെ കൊച്ചിനെ കാണാനില്ല, മോൾ എവിടെയാന്ന് ചോദിച്ച് ഒച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവരെ മോള് വരുന്നത്, ഒരു വൃത്തിയായിട്ട പട്ടി. ഇതും കൂടെ കാണുമ്പോൾ ക്യാപ്റ്റൻ അങ്ങോട്ട് പൊളിഞ്ഞു കയറും. ആ ഒരു സമയത്താണ് മേയർ ക്യാപ്റ്റനെ വിളിക്കുന്നത്, അവരെ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒന്നാമത് പൊളിഞ്ഞിക്കുക. അവൻ അന്നേരം മേയറാണോന്നൊന്നും നോക്കില്ല. അവൻ പറയും, അവരുടെ കുട്ടിയടക്കം 3 പേരടങ്ങുന്ന ആ ഒരു ഫാമിലിനെ രക്ഷിച്ചിട്ടുണ്ട്, ഒരു വൃത്തികെട്ട പട്ടിയാണ് അവരുടെ കുട്ടി. എന്നിട്ട് അവൻ മേയറിനെ പറയണ്, നായിന്റെ മോനെ വെച്ചിട്ട് പോടാന്ന്. ഇത് കേൾക്കുമ്പോൾ മേയർ അവന് പ്രാന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതയൊക്കെ ആവശ്യമാണ്. അന്നേരം ഇവിടെ തക്കുടു ആ ഒരു ഫയർ വാൾ പൊട്ടിക്കാനായിട്ട് അവിടെ ഒരു ബോംബൊക്കെ സെറ്റ് ചെയ്ത് അതിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യിക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇന്നേരം തന്നെ ആ ഒരു ബിൽഡിംഗ് ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ വിണ്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അത് പക്ഷെ ഇവിടെ തക്കുടു അറിയുന്നില്ല. അവൻ ആ ഒരു വാള് ബ്ലാസ്റ്റ് ചെയ്യിക്കാനാണ് പോകുന്നത്.
ആ വാളങ്ങം ബ്ലാസ്റ്റ് ആയ എല്ലാവരും മൊത്തത്തിൽ ഇടിഞ്ഞൊളിഞ്ഞ് താഴെ വീഴും. അവിടെയുള്ള എല്ലാവരും മരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കട് നിൽക്കുന്ന ആ ഒരു ഭാഗം ഇടിഞ്ഞൊളിഞ്ഞ് അവൻ താഴേക്ക് പോവാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ താഴെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നുണ്ട്. ആ ഒരു ബിൽഡിംഗ് നിൽക്കുന്ന സ്റ്റീൽസ് എല്ലാം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോ ആണെങ്കിലും ആ ഒരു ബിൽഡിംഗ് വീഴാം. അത് വീണാൽ തന്നെ സിറ്റിയിലേക്കാണ് വീഴാൻ പോകുന്നത്. ഒരുപാട് പേര് മരിക്കും. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ റെസ്റ്റോറന്റിൽ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് യൂൺഹി വിൻഡോന്റെ പുറത്ത് ഒരു ഗുണ്ടോള കാണുന്നത്. അതായത് ബിൽഡിങ്ങിന്റെ ചില്ലൊക്കെ വൃത്തിയാക്കാനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഇല്ലേ, ആ സംഭവം. അങ്ങനെ അവരെല്ലാരും ആ ഒരു ഗുണ്ടോളയിലേക്ക് ചാടി ഇറങ്ങിയാണ്. പക്ഷെ അതിലൊരു വല്യപ്പനും വല്യമ്മ ഉണ്ടാവും. അതിൽ ആ ഒരു വല്യമ്മയ്ക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു വല്യമ്മേനെ ഇറക്കി കഴിയുമ്പോൾ ആ ഒരു വല്യപ്പൻ അവിടെ പെട്ടുപോവാണ്. അപ്പൊ തന്നെ അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ആ വല്യപ്പൻ മരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ആ ഒരു ഗുണ്ടോള സ്ലിപ്പായി താഴേക്ക് പോയിട്ട് ഒരിടത്ത് സ്റ്റക്കായിട്ട് നിൽക്കും. അവര് പിന്നെ ഒന്നും നോക്കൂല. അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ഫ്ലോറിന്റെ ചില്ല് ആ ഒരു ഗുണ്ടോള ആട്ടി പൊട്ടിക്കുകയാണ്. എന്നിട്ട് അവർ ഓരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് ചാടി കയറാണ്. ആ ഒരു വെല്ലിമൊഴികെ എല്ലാവരും കയറാണ്. പെട്ടെന്ന് അത് പൊട്ടി താഴേക്ക് വീഴാണ്. അങ്ങനെ ആ ഒരു വെല്ലിമയും താഴേക്ക് പോയി മരിക്കുകയാണ്. ആ വെല്ലിപ്പനാണെങ്കിൽ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ വെല്ലിമേനെ രക്ഷിച്ചത്. പക്ഷെ ഈ ഒരു വെല്ലിമയുടെ പേടി കാരണം ആ വെല്ലിപ്പനും മരിച്ച് ഇപ്പൊ ദാണ്ട ഈ വെല്ലിമയും മരിച്ച്. അപ്പോഴാണ് ലീ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത്. അങ്ങനെ അവര് അതിലൂടെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് കടക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് ഇവിടെ തക്കടുവിന് ബോധം വരെയാണ്. അവനൊന്നും പറ്റിയിട്ടില്ല. അവനിങ്ങനെ ടോർച്ചൊക്കെ പിടിച്ച് പോകുമ്പോൾ എത്തിപ്പെടുന്നത് നമ്മുടെ കിമ്മു ഫാമിലി കുടുങ്ങി കിടക്കുന്നിടത്താണ്. അവരിപ്പോ നമ്മുടെ തക്കടുവിനെ കാണുന്നത് അവരെ രക്ഷിക്കാൻ വന്ന ഒരു ദൈവദൂതനെ പോലെയാണ്. ക്യാപ്റ്റനും സുന്ദരനാണെങ്കിൽ തക്കടുവിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലീ ഈ ആൾക്കാരും കൂട്ടിയിട്ട് ആ ഒരു ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കണ കാണുന്നത്. ക്യാപ്റ്റൻ അപ്പൊ തന്നെ വന്ന് അത് തടയാണ്. കാരണം അതിലൂടെ ഇപ്പൊ പോകുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഗ്ലാസിനൊക്കെ വിള്ളല് വീഴുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റനും സുന്ദരനും ആദ്യം പോയി നോക്കിയാണ്. പോകുന്ന വഴിയെല്ലാം അയാൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാപ്റ്റൻ സുന്ദരനെ അപ്പുറത്ത് നിർത്തിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഓരോരുത്തരായിട്ട് അപ്പുറത്തേക്ക് വിടുകയാണ്. ആദ്യം ലീയുടെ മോളെ വിടുകയാണ്. പിന്നാലെ ആ ഒരു പ്രഗ്നന്റ് ലേഡീനെ വിടുകയാണ്. പെട്ടെന്ന് ഒരു കുലുക്കം വന്ന് ആ ഒരു ബ്രിഡ്ജിന്റെ സൈഡിലെല്ലാം പൊട്ടാൻ തുടങ്ങും. ഹാൻ ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കരയാനായിട്ട് തുടങ്ങിയാണ്. ഇതിനിടയിൽ അവരുടെ കൂടെയുള്ള ആ ഒരു വൃത്തികെട്ട മാനേജർ ആ ഒരു ബ്രിഡ്ജിലൂടെ ഓടിപ്പോയിട്ട് അതിന്റെ നടുക്കണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അയാൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ ചില്ല് പൊട്ടി അയാൾ താഴേക്ക് പോവാണ്. നമ്മുടെ സുന്ദരനാണെങ്കിൽ ഓടി വന്ന് ഹാനനെ എടുത്തിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആ ഒരു പ്രഗ്നന്റ് ലേഡീനെ രക്ഷിക്കുന്നുണ്ട്. ആ ഒരു ബ്രിഡ്ജ് മുഴുവൻ അങ്ങനെ പൊട്ടി വീഴാണ്. അപ്പുറത്ത് സുന്ദരനും മോൾക്കും എന്ത് പറ്റിയെന്ന് ഇവർക്ക് അറിയില്ല. ലീ ഇവിടെ കിടന്ന് കരയുന്നുണ്ട് മോള് പോയി എന്ന് വിചാരിച്ചിട്ട്. അടുത്ത സീനില് ആ ഒരു ബിൽഡിങ്ങിന്റെ താഴെയുള്ളവരെ കാണിക്കുകയാണ്. ഇവർ ആ ഒരു ബിൽഡിംഗ് ബോംബ് വെച്ച് പൊട്ടിച്ച് ഭൂമിയുടെ അടിയിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. കാരണം ആ ഒരു ബിൽഡിംഗ് സിറ്റിയിലേക്ക് വീണാൽ ഒരുപാട് പേര് മരിക്കും. അങ്ങനെ മേയർ ഫയർഫോഴ്സിന്റെ ചീഫിന്റെ അടുത്ത് പറയാണ്, ഫയർ ഫൈറ്റേഴ്സിന്റെ അടുത്ത് എല്ലാം പുറത്തേക്ക് വരാൻ പറഞ്ഞു, നമ്മൾ ഈ ബിൽഡിംഗ് ബോംബ് വെച്ച് പൊട്ടിക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ ചീഫിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. അവൻ അതിന് സമ്മതിക്കില്ല. കാരണം ആ ഒരു ബിൽഡിംഗിൽ ഇപ്പോഴും ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള എഞ്ചിനീയർ വന്നിട്ട് ചീഫിനോട് പറയും, ഈ ഒരു ബിൽഡിങ്ങിന്റെ 63ാമത്തെ നിലയുടെ മേളിൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഏകദേശം 800 ടണ്ണോളം വെള്ളമാണ് അതിനകത്തുള്ളത്. അത് തുറന്നു വിട്ടാൽ കുറച്ചുകൂടെ സമയം നമുക്ക് കിട്ടും. ഇത് കേട്ടതും ചീഫ് ക്യാപ്റ്റനെ വിളിച്ചിട്ട് കാര്യം പറയണു. പക്ഷെ ആ ഒരു റൂമിലേക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. അവരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ലീ അവിടുത്തെ മെയിന്റനൻസ് മാനേജറാണ്. അവൻ ആ റൂമിലേക്ക് ആക്സസ് ഉണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഇവിടെ മോള് പോയ വിഷമത്തിലിരിക്കുകയാണ്. അവൻ ഈ അവസ്ഥയിൽ വരുമെന്നറിയില്ല. ക്യാപ്റ്റൻ അവന്റെ അടുത്ത് ചെന്നിട്ട് പറയും, കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കൊളാപ്സ് ആവും. ഇതിന്റെ മേളിലുള്ള വാട്ടർ ടാങ്ക് തുറന്നു വിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ കിട്ടും. പക്ഷെ അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത് കേൾക്കുമ്പോൾ യൂൻഹി ക്യാപ്റ്റനോട് പറയും, നിങ്ങൾ ഈ മനുഷ്യന് ഇത്തിരി സമാധാനം കൊടുക്ക്. അയാൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്യാപ്റ്റൻ ലീനോട് പറയും, ഹാനയുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഈ ബിൽഡിങ്ങിലുണ്ട്. ഇപ്പൊ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാല് അവരെല്ലാരും മാതാപിതാക്കളുടെ സങ്കടം നീ കാണേണ്ടി വരും. ലീ പിന്നെ വേറൊന്നും നോക്കൂല. ക്യാപ്റ്റന്റെ കൂടെ ആ ഒരു വെള്ളം തുറന്നുവിടാനായിട്ട് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ തക്കടു കിമ്മിന് ഫാമിലിനും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ചുറ്റിലും തീയാണ്. അവർക്ക് പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഈ സമയത്ത് അവർ പ്രാർത്ഥിക്കാണ് ഒരു സുനാമി വന്നെങ്കിന്ന്. അതേ സമയത്താണ് ലീയും ക്യാപ്റ്റനും കൂടെ ആ ഒരു വാട്ടർ ടാങ്കിലെ വെള്ളം തുറന്നുവിടുന്നത്. അവരെല്ലാരും ആ ഒരു വെള്ളത്തിൽ പെട്ട് അവിടെയുള്ള സ്റ്റെയറിന്റെ സൈഡിലെല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ചുറ്റിലുള്ള തീയെല്ലാം കേടയാണ്. അവർ ആ സമയത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. ഇപ്പോ തൽക്കാലത്തേക്ക് അവർക്ക് കുറച്ച് സമയം കൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു 800 ടണ്ണ് വെള്ളത്തിന്റെ ഭാരം പോയേക്കാണ്. അതേസമയം തന്നെ ഇവിടെ സുന്ദരനും ലീയുടെ മോളെയും കാണിക്കുകയാണ്. അവർക്കൊന്നും പറ്റിയിട്ടില്ല. സുന്ദരൻ അപ്പൊ തന്നെ ക്യാപ്റ്റനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ലീക്കാണെങ്കിൽ അവന്റെ മോൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അറിയുമ്പോൾ ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ തക്കടും ടീമും ആണെങ്കിൽ യൂണിയനും ടീമിനെയും കണ്ടുമുട്ടിയാണ്. ഇവിടെ സുന്ദരനാണെങ്കിൽ ഹാനേനെയും കൂട്ടി ആ ഒരു ബിൽഡിങ്ങിന് മേളിലേക്ക് പോവാണ്. അവിടെ വരുന്ന ആ ഒരു റെസ്ക്യൂ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാനായിട്ട്. പക്ഷെ അവിടെ അടുത്തൊരു പ്രശ്നം വരെയാണ്. അവിടെ നല്ല പോലെ സ്മോക്ക് ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റേഴ്സ് ഇനി വരില്ല. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇനിയുണ്ട്. ആ ഒരു സ്മോക്ക് പോയതിനു ശേഷം ഹെലികോപ്റ്റേഴ്സ് ഇനി വരുള്ളൂ. പക്ഷെ നമ്മുടെ സുന്ദരനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഹാനേനെയും കൂട്ടി ആ ഒരു ലാസ്റ്റ് ഹെലികോപ്റ്ററിലേക്ക് കയറി പറ്റിയാണ്.
ഇവിടെ താഴെയാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് പൊട്ടിക്കാനുള്ള ബോംബുകളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വിവരം നമ്മുടെ ക്യാപ്റ്റൻ അറിയിക്കുന്നുണ്ട്. പിന്നെ ഇവരൊന്നും നോക്കൂല, അവസാന ശ്രമം എന്നോണം അവിടെയുള്ള ആ ഒരു ലിഫ്റ്റ് അവർ യൂസ് ചെയ്യണം. അവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ആ ഒരു ലിഫ്റ്റിലുള്ള എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം വെച്ച് രക്ഷപ്പെടാനാണ്. അതായത് അവർ കയറിയതിനു ശേഷം ആ ഒരു ലിഫ്റ്റ് പൊട്ടിക്കുന്നു. താഴെ എത്തുന്നതിന് മുമ്പേ ആ ഒരു എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം വഴി ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നു. അവിടെ വെച്ച് അവർ രക്ഷപ്പെടുന്നു. അതാണ് അവരുടെ പ്ലാൻ. കൂടെയുള്ളവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ തക്കുട് പറയുന്നുണ്ട്, എന്തായാലും മരിക്കും, അതിപ്പോ തീ പിടിച്ച് മരിച്ചാലെന്താ, ലിഫ്റ്റിൽ നിന്ന് വീണ് മരിച്ചാലെന്താ. അങ്ങനെ അവരൊരു 50-50 ചാൻസ് വെച്ചിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. അങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് കയറിയാണ്. ശേഷം ആ ഒരു ലിഫ്റ്റ് പൊട്ടിക്കുകയാണ്. എല്ലാവരും പേടിച്ചിട്ട് ഒച്ചെടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ലിഫ്റ്റ് താഴേക്ക് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാതെ ആ ഒരു ലിഫ്റ്റ് തീയുടെ പെട്ട് സ്റ്റക്ക് ആവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കുടുവിന് ഒരു ഐഡിയ തോന്നിയിട്ട് എല്ലാവരോടും ചാടാനായിട്ട് പറയണം. അങ്ങനെ എല്ലാവരും എണീറ്റ് നിന്ന് ചാടാനായിട്ട് തുടങ്ങും. അങ്ങനെ അവന്റെ ഐഡിയ വർക്ക്ഔട്ട് ആവുകയാണ്. ആ ഒരു പ്രഷറിൽ ലിഫ്റ്റ് പിന്നെയും താഴേക്ക് പോവാണ്. എല്ലാവരും പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ആവുകയാണ്. പക്ഷെ അത് നിൽക്കുന്നത് 2 ഫ്ലോറുകളുടെ ഇടയിലായിട്ടാ. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റനും ലീയും കയറിയിട്ട് ആ ഒരു പ്രഗ്നന്റ് ലേഡീനെ ആദ്യം പുറത്തേക്ക് കയറ്റാണ്. പക്ഷെ പെട്ടെന്ന് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം പൊട്ടി ആ ഒരു ലിഫ്റ്റ് താഴേക്ക് പോവാണ്. ഇവിടെ ലീയും ക്യാപ്റ്റനും ആ ഒരു പ്രഗ്നന്റ് ലേഡി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും താഴേക്ക് പോവാണ്. ലീ ആണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. പക്ഷെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ അവര് 3 പേരും കൂടെ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് കിടക്കുകയാണ്. ലീ അവന്റെ മോളെ കണ്ടുമുട്ടിയാണ്. അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ തക്കുടൂനും യൂനിയനും എല്ലാം കാണിക്കുന്നുണ്ട്. അവരെല്ലാരും ആ ഒരു ലിഫ്റ്റ് പൊട്ടി ആ ഒരു ബിൽഡിങ്ങിന്റെ താഴെയാണ്. നമ്മുടെ കിം ആണെങ്കിൽ ഒരു കമ്പി കുത്തി കയറി മരിക്കാൻ കിടക്ക. അവനെ രക്ഷപ്പെടില്ല. എല്ലാവർക്കും ഇത് കാണുമ്പോൾ സങ്കടാവാണ്. ഇവർക്കും രക്ഷപ്പെടാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല. തക്കടു ആണെങ്കിൽ അവരെ കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് നോക്കുന്നുണ്ട്. ഇന്നേരം ഇവിടെ പുറത്ത് ലീയും ക്യാപ്റ്റനും ടീമും കൂടെ ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്. ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ വലിയൊരു വാട്ടർ സ്റ്റോറേജ് ഉണ്ട്. അവിടുത്തെ ആ ഒരു ഡ്രൈനേജ് വഴി പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ സ്റ്റോറേജ് ഉള്ള ബേസ്മെന്റിലേക്ക് എത്താനായിട്ട് പറ്റും. താഴെ കുടുങ്ങി കിടക്കുന്നവരെ ആ ഒരു ഡ്രൈനേജിലേക്ക് എത്തിച്ചിട്ട് ആ ഒരു വാട്ടർ ടാങ്ക്സ് ബ്ലാസ്റ്റ് ചെയ്യിച്ച അതിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സിൽ ആ ഒരു ഡ്രൈനേജിലുള്ളവര് അടുത്തുള്ള റിവറിലേക്ക് എത്തും. അങ്ങനെ അവിടെയുള്ള ആ ഒരു റെസ്ക്യൂ ടീമിന് അവരെ രക്ഷിക്കാനായിട്ട് പറ്റും. ഇതാണ് ഇവരുടെ നിലവിലത്തെ പ്ലാൻ. അങ്ങനെ ലീയും ക്യാപ്റ്റനും നമ്മുടെ സുന്ദരനും രണ്ടും കൽപ്പിച്ച് ആ ഒരു ഡ്രൈനേജ് വഴി കയറാണ്. അവരുടെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ തക്കടു ഒരു കമ്പി വടി എടുത്തിട്ട് അവിടെയുള്ള ഒരു പാർട്ട് ടൈം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ നമ്മുടെ ലീയും ടീമും കണ്ടുപിടിക്കുകയാണ്. ശേഷം ആ ഒരു ഡ്രൈനേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ തക്കടുവിനെ അവിടെ നിർത്തിയിട്ട് ലീയും ക്യാപ്റ്റനും സുന്ദരനും കൂടെ ആ ഒരു ബോംബ് സെറ്റ് ചെയ്യാനായിട്ട് പോകും. ഇവര് പോകുന്ന വഴിയിൽ ആ ഒരു ബോംബ് പൊട്ടിക്കാനുള്ള റിമോട്ട് അത് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. പക്ഷെ അത് ലീയും സുന്ദരനും അറിയുന്നില്ല. അങ്ങനെ അവർ പോയിട്ട് ആ ഒരു വാട്ടർ ടാങ്കുമെല്ലാം ബോംബ് സെറ്റ് ചെയ്യണം. അവർ കൊട്ടും സമയമില്ല. അവർ തിരിച്ചു ഓടുകയാണ്. പെട്ടെന്ന് നമ്മുടെ ക്യാപ്റ്റൻ ലീനും സുന്ദരനെയും പുറത്താക്കിയിട്ട് ആ ഒരു ബേസ്മെന്റിന്റെ ഡോർ അടയ്ക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിമോട്ട് പോയ കാരണം ആ ബോംബ് മാനുവലി വേണം പൊട്ടിക്കാനായിട്ട്. അങ്ങനെ ചെയ്ത നമ്മുടെ ക്യാപ്റ്റൻ അതിനൊപ്പം മരിക്കും. ക്യാപ്റ്റൻ അവരുടെ അടുത്ത് കാര്യം പറയാണ്. പക്ഷെ നമ്മുടെ ലീയും സുന്ദരനാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. സുന്ദരൻ അവിടെ ഒച്ചപ്പാടും പാടും ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഒടുവിൽ ക്യാപ്റ്റൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയാണ്. ലീ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഡ്രൈനേജിൽ എത്തുമ്പോൾ തക്കട് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ എവിടെയാണ്. സുന്ദരന്റെ ഈ ഒരു കരച്ചിൽ കണ്ടിട്ട് അവന് കാര്യം പിടിയിട്ടാണ്. തക്കട് വേറെ ഒന്നും നോക്കൂല. അവനെ ഓടെയാണ് ക്യാപ്റ്റന്റെ അടുത്തേക്ക്. ഇവിടെ ക്യാപ്റ്റൻ അവസാനമായിട്ട് അവന്റെ ഭാര്യനെ വിളിക്കുകയാണ്. പുള്ളി കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. സോറി ഫോർ എവറിത്തിങ്, അത് മാത്രം മനസ്സിലായി. ശേഷം ക്യാപ്റ്റൻ ആ ഒരു ബോംബ് പൊട്ടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ മരിക്കുകയാണ്. നമ്മുടെ ഓടി വരുന്ന തക്കടും ആ ഒരു ഡ്രൈനേജിൽ നിൽക്കുന്ന എല്ലാവരും ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സിൽ റിവറിലേക്ക് എത്തുകയാണ്. അതേസമയത്ത് തന്നെ ആ ഒരു ബിൽഡിങ്ങിലും സെറ്റ് ചെയ്തിരിക്കുന്ന ബോംബുകൾ പൊട്ടിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബിൽഡിംഗ് ഭൂമിയുടെ അടിയിലേക്ക് പോവാണ്. ഇവിടെ ആ ഒരു റിവറിലെത്തി നമ്മുടെ ആൾക്കാരെ അവിടെയുള്ള റെസ്ക്യൂ ടീം രക്ഷിക്കുന്നുണ്ട്. അവര് നമ്മുടെ മരിച്ചുപോയ ക്യാപ്റ്റനെ സല്യൂട്ട് ചെയ്യാണ്. അയാൾ ആ ഒരു ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ജീവനോടെ നിൽക്കുന്നത്. ഇവിടെ ക്യാപ്റ്റന്റെ ഭാര്യയാണെങ്കിൽ അങ്ങോട്ട് പോയ സങ്കടത്തില് സഹിക്കാൻ പറ്റാതെ അവിടെ ഇരുന്ന് കരയാണ്. ഇവിടെ ലീയുടെ മോള് യൂനിയെ എല്ലാം കണ്ടുമുട്ടുന്നുണ്ട്. തക്കടുവാണെങ്കിൽ ക്യാപ്റ്റൻ പോയ സങ്കടത്തിൽ ഇരുന്ന് കരയാണ്. നമ്മുടെ സുന്ദരനും അതേ അവസ്ഥ തന്നെ. ആ ഒരു സർവന്റ് മോനെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാരും മാറി മാറി കാണിക്കുകയാണ്. ഈ സിനിമയുടെ അവസാനം നമ്മുടെ ക്യാപ്റ്റൻ തുടക്കത്തിലെ വീട്ടിലേക്ക് ലീവിന് പോയിരുന്നപ്പോ ഒരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നില്ലേ, അതിന്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഷാർപ്പ് 7 PM റിസർവ്ഡ് ഫോർ എ ഫയർ ഫൈറ്റർ. ഇത് കാണിച്ച് ഈ സിനിമയോട് അവസാനിക്കുകയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ എന്നെ ത്രില്ലടിപ്പിച്ചിരുത്തിയ ഒരു സിനിമയാണിത്. പക്ഷെ ഞാൻ നിങ്ങൾ എത്രത്തോളം ത്രില്ല് ചെയ്യിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വേണം പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ പടം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാള് ഒരു സിനിമ കാണുന്നതും ആ സിനിമ കണ്ടിട്ട് അതിന്റെ കഥ പറയുന്നത് വ്യത്യാസമുണ്ട്. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആ ഒരു സിനിമയായിട്ട് തന്നെ കാണുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയറും ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചെറിയ ചാനലിൽ ആദ്യമായിട്ട് ഒരു സിനിമ സജസ്റ്റ് ചെയ്ത ഏഞ്ചൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഏഞ്ചൽ ആദ്യം പറഞ്ഞ സിനിമ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇപ്പോ വേറൊരു സിനിമ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു സിനിമയാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്റെ പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും സിനിമ സജസ്റ്റ് ചെയ്യാട്ടോ, ഞാൻ എന്തായാലും അത് ചെയ്യും. അപ്പൊ അത്രക്കുള്ളൂ. ഇനി അടുത്ത ആ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അന്നാര സുമാനാര.